Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നത്തെ റെസിപ്പിന് ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ കാര്യം വേറൊന്നും കൊണ്ടല്ല, ഒത്തിരി പേര് എന്നോട് ആവശ്യപ്പെട്ട അതുകൊണ്ടാണ് ഇന്നത്തെ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന രണ്ട് റെസിപ്പിയും വെജിറ്റേറിയനാണ്. ഒന്ന് ചെയ്യാൻ പോകുന്ന ടൊമാറ്റോ സൂപ്പും മറ്റേതൊന്ന് ഫ്രൈഡ് ബ്രിഞ്ചോൾസ് വന്നു. അതിന് വേണ്ടിയ കാര്യങ്ങളല്ലേ, അതിന് വേണ്ടിയത് നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ വേണേ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ബട്ടറാന്നു, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഇച്ചിരി പഞ്ചസാര, കുറച്ച് കുരുമുളക് പൊടി, കോൺഫ്ലവർ, മല്ലിയില, പിന്നെ ഇച്ചിരി ഉപ്പ്. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും കാണാറില്ലേ, കുറച്ച് ബ്രെഡും കൂടെ അതിൻ്റെ പുറത്തിങ്ങനെ മൊരിച്ചിടുവേ. അതിനുവേണ്ടി ഇത്രയും ബ്രെഡൊന്നും വേണ്ട, കുറച്ച്. ഇനി അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഏറ്റവും എളുപ്പമാണ്. ആദ്യം നമ്മൾ ടൊമാറ്റോ ഒരു 4 മുഴുത്ത ടൊമാറ്റോ എടുത്തേച്ചും അതിനെ ഒരു ഇച്ചിരി മുറിക്കണേ. അതായത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 4ആയിട്ടോ അല്ലെങ്കിൽ ഒരു 6 കഷ്ണമായിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ വേവാൻ എത്ര എളുപ്പമെന്ന് നോക്കി വെച്ചാൽ അതനുസരിച്ച് മുറിച്ചേച്ചാൽ മതി. ഇതിപ്പോൾ ഞാനൊരു എന്നാ പറയുന്ന ഒരു 4 കഷ്ണമൊക്കെ ആയിട്ട് മുറിക്കാവേ. നാലല്ല 6 കഷ്ണം മുറിക്കാം. എന്നുവെച്ച് നമ്മളൊരു പാത്രത്തിലോട്ട് ഇടുക. ഇതിനകത്തോട്ട് ഞാനൊരു 4 വലിയ ടൊമാറ്റോ, നല്ല മുഴുത്ത ടൊമാറ്റോ ആയിട്ടേക്കുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 കപ്പ് ഫുൾ, നമ്മുടെ ഒരു കപ്പ് അളവെന്ന് പറയില്ലേ, ആ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചായ കപ്പിനോളം വരുമായിരിക്കും, ഒരു വലിയ ചായ കപ്പിനോളം വരും. അതിനൊരു 3 കപ്പ് വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം. അന്നേച്ച് ഇത് ഒന്ന് നല്ലതായിട്ട് വേവണം. ഉപ്പ് ഒന്നും ചേർക്കരുത്. അത് തിളച്ച് നല്ലതായിട്ട് വെന്ത് ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് സൂപ്പ് ചെയ്യാനൊക്കത്തുള്ളൂ. ആറിയതിന് ശേഷം ഞാൻ അതെ അടുത്ത് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ആദ്യം ഇതൊന്ന് വേവട്ടെ. ഓക്കെ, നമ്മുടെ വേവിക്കാൻ വെച്ചേക്കുന്ന തക്കാളി ഉണ്ടല്ലോ, നല്ലതായിട്ട് വെന്തേ. അതൊന്ന് അത് എങ്ങനെയാന്ന് വെച്ചാൽ അതിൻ്റെ ആ തൊലി എല്ലാം അങ്ങ് അടന്ന് പോരുവേ. അന്നേച്ച് നമ്മൾ വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊരു ഇച്ചിരി ഒന്ന് വേവുമ്പോഴത്തേച്ച് ഇച്ചിരി ഒന്ന് കുറയുകയല്ലേ, അത്രയും മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് നല്ലതായിട്ട് ആറിയിട്ടുണ്ട്. ഇനിയാന്നു ഇതിനെ ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം നല്ലതായിട്ട്. അന്നേച്ച് നമുക്ക് അരിക്കാവേ. ഇതിനകത്ത് നമ്മുടെ ആ തക്കാളിയുടെ കുരു, തൊലി അതെല്ലാം ഉണ്ടാവേ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ പാൻ വേണ്ട, നമുക്ക് സാധാ പാൻ എടുത്തേച്ച് ഫസ്റ്റ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോഴത്തേന് ബട്ടർ ഇടുക. ഏത് സൂപ്പ് ആന്നേലും ഇച്ചിരി ബട്ടർ ഇടുവാന്നേൽ ഇച്ചിരി ഒരു നല്ല ടേസ്റ്റ് കിട്ടുവേ. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ ബട്ടർ ഇടണം.
ഇത് ഇച്ചിരി ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് മൈദ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ എടുത്തേച്ച് പാനിനകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിക്കണേ. നമുക്ക് കുറുകണ്ട എത്ര ഒരു 2 ടീസ്പൂൺ ഇട്ടു. ബട്ടറിൽ കിടന്നേച്ച് നമ്മുടെ ഈ മൈദ അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ആന്നേൽ ഒന്ന് മൂക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു നല്ല മണമാണ്. സാധാരണ നമ്മൾ സൂപ്പൊക്കെ കുറുകാനായിട്ടാന്നേൽ സെപ്പറേറ്റ് ഒരു ബൗളിൽ ഇച്ചിരി കോൺഫ്ലവർ കലക്കി ഒഴിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുവാന്നേൽ കുറച്ച് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും അതിന് കിട്ടുന്നേ. ആ മൈദ ആന്നേലും കോൺഫ്ലവർ ആന്നേലും മൂക്കാതെ നമ്മൾ ഇത് ഒഴിക്കുവാന്നേൽ ആ ഒരു എന്നാ പറയുക ഒരു ഒരു റോ ടേസ്റ്റ് ഇല്ലേ ആ മാവിൻ്റെ അത് ഉണ്ടാവും. അന്നേരം നമ്മുടെ സൂപ്പിൻ്റെ ടേസ്റ്റേ പോവും. അന്നേരം അത് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചേച്ച് ഒഴിച്ചേച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒത്തിരി മൂപ്പിച്ചിട്ടില്ല, ഒരിച്ചിരി മൂപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ ഞാൻ ആ റോ ടേസ്റ്റ് അങ്ങോട്ട് മാറ്റിയേച്ചാന്നു ഞാൻ നെക്സ്റ്റ് സൂപ്പിൻ്റെ ആ ഒരു നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന ടൊമാറ്റോ അല്ലേ അത് ചേർക്കാനായിട്ട് പോകുന്നത്. അന്നേരം ആദ്യം ഞാൻ ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് അരിപ്പെടുത്തോണ്ട് മാക്സിമം ജ്യൂസസ് അതിനകത്ത് നിന്ന് സ്ക്വീസ് ചെയ്തെടുക്കണേ. ഇപ്പോഴും ഞാൻ ചെറിയ സിമ്മേ തന്നെയാണ് വെച്ചേക്കുന്നേ. ഇതിനകത്തോട്ട് എന്നാ ചെയ്യണമെന്നറിയോ, ഇപ്പം തന്നെ അതൊരു നല്ല മണമുണ്ട്. നമ്മുടെ ആ ബട്ടറിൻ്റെയും ഒക്കെ ഒരു നല്ല മണമാണ്. ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർക്കണം. പിന്നെ ഒരു പിഞ്ച് പഞ്ചസാര. കുരുമുളകിൻ്റെ അളവ് പറയുവാന്നേലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാന്നേ കുരുമുളകും ഉപ്പുമാന്നു കൂടുതൽ നമ്മൾ സൂപ്പിനകത്ത് ഇടുന്നത്. അത് പിന്നെ ഫ്ലേവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാന്നു നമ്മൾ ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഇടുന്നുള്ളൂ. ടൊമാറ്റോ സൂപ്പിന് എപ്പോഴും ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു തിക്കെന്ന് പറയുന്നത് ഒത്തിരി കാണുകയില്ല. നമ്മൾ മറ്റേ സൂപ്പൊക്കെ കുടിക്കുന്ന വെച്ച് നോക്കുവാന്നേൽ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസാന്നു. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ്, നല്ല റെഡ് ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ നല്ല റെഡ് കളറായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി റെഡ് കളർ കാണുന്നിടത്തൊക്കെ ആണെങ്കിൽ ഒരു ഇച്ചിരി റെഡ് കളർ ചേർക്കാറുണ്ട്. അത് പക്ഷെ ഞാനിവിടെ ചേർക്കുകയില്ല. ഇനി എന്നാന്ന് വെച്ചാൽ ചെറിയ സിമ്മയിൽ ഇരുന്ന് തന്നെ അതൊന്ന് ഇച്ചിരി കുറുകിയാൽ മതി. ഒത്തിരി കുറുകണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ശരിക്കും പറയുവാണെങ്കിൽ ടൊമാറ്റോ സൂപ്പ് ഒത്തിരി കുറുകുകയില്ല, ഒരു ചെറിയ ലൂസല്ലയോ. ഇനി അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് അതിനൊരു ചെറിയൊരു കുറുക്കേ വരത്തുള്ളൂ. കാര്യം നമ്മൾ 2 ടീസ്പൂൺ ഓഫ് കോൺഫ്ലവറേ ചേർത്തിട്ടുള്ളൂ. അതനുസരിച്ചുള്ള അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി എന്നാ വെച്ചാൽ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഇതിനകത്ത് ഫ്രൈ ചെയ്തിടണം. ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില. ഇതിനകത്ത് ആദ്യം ഞാനൊരു ഇച്ചിരി മല്ലിയില ഇടുക. കാര്യം അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ ടൊമാറ്റോ സൂപ്പിനകത്തോട്ട് വന്നോട്ടെ. ഇതിൻ്റെ ഒരു മണമൊന്നും പോകണ്ട. ഇത് ഇച്ചിരി നേരം ഒന്ന് അടച്ചിരിക്കട്ടെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്തേച്ച് ഈ ബട്ടറിൽ തന്നെ നമുക്ക് ആ ബ്രെഡ് കൂടെ ഒന്ന് മുരിച്ച് സെപ്പറേറ്റ് വെക്കണം. സെപ്പറേറ്റ് വെച്ച് വെച്ചാൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിനകത്ത് ഇട്ട് സെർവ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അല്ല നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ബ്രെഡ് ഒരു ലിക്വിഡിനകത്ത് വീണാനുള്ള അറിയാമല്ലോ. അതുകൊണ്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പം ഞാൻ എന്തായാലും അത് ഫ്രൈ ചെയ്തും കൂടെ കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പും റെഡിയാവും. എന്തായാലും സൂപ്പിന് ചെറിയ സിം മതിയേ. അന്നേരം ഞാൻ ഇതിനെ ഇങ്ങോട്ടാക്കട്ടെ.
ഇതിനകത്ത് ഒരു സ്പൂൺ ബട്ടർ ഇട്ടേച്ച് ബ്രെഡ് എന്തായാലും കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് വേണം മുറിച്ച് വെക്കാനേ. ഒത്തിരി ബ്രെഡ് ഒന്നും ഇടരുത്, ഒരു 3-4 എണ്ണം മതിയാവും. ഒരു ബൗളിനകത്ത് ഒരു 3 അത്രയും മതിയാവും, അത്രയും ക്യൂബ്സ് ഇട്ടാച്ചാൽ മതി. ഒന്നെങ്കിൽ ബട്ടറിൽ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചേച്ചാലും മതി. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമുക്ക് നെക്സ്റ്റ് റെസിപ്പി ചെയ്യാനില്ലേ, ഫ്രൈഡ് ബ്രിഞ്ചോൾസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്നാ ചെയ്യേണ്ടത്, ഞാൻ ഈ ബ്രെഡ് ഒന്ന് മൂപ്പിച്ച് ടൊമാറ്റോ സൂപ്പിൻ്റെ സെക്ഷൻ മാറ്റി വെച്ച് നെക്സ്റ്റ് ആ സെക്ഷനിലോട്ട് നമുക്ക് പോവാട്ടോ. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫ്രൈഡ് ബ്രിഞ്ചോൾ ആന്നു. അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്നറിയാവോ? നമുക്ക് ഈ ഇപ്പം എന്നാ പറയുക, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും, ഇത്രയും മുഴുത്തൊരു കത്തിരിക്ക കിട്ടുകയല്ലേ, അതേപോലത്തെ ഒരെണ്ണം വേണം. പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, പിന്നെ കുറച്ച് ഹെർബ്സ്, ഇറ്റാലിയൻ ഹെർബ്സാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം ഇറ്റാലിയൻ ഹെർബ്സ് കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കോൺഫ്ലവർ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്, പിന്നെ കുറച്ച് മുട്ട, ഒരു മുട്ട, അതായത് നമ്മൾ എത്ര കത്തിരിക്ക എടുക്കുന്നതെന്ന് വെച്ചാൽ അത് കണക്കാക്കി വെച്ചേ. പിന്നെ കുറച്ച് ചീസ് മസ്റ്റ് ഒന്നുമല്ല, ഉണ്ടെങ്കിൽ ഇടാം, ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആന്നു. ഇത്രേ ഉള്ളൂ. ഇനി ഇതിന് വേണ്ടിയത് ഈ കത്തിരിക്ക എടുത്തേച്ച് സാധാ നമ്മൾ വീട്ടിലൊക്കെ മുറിക്കുമ്പോൾ ബജീനൊക്കെ മുറിക്കുവല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അത്രയും തിന്നായിട്ട് മുറിക്കരുത്, ഇത് കുറച്ച് കട്ടിയായിട്ട് മുറിക്കണം, അതായത് വിട്ട് വേണം. ഓക്കെ, ഇനി അടുപ്പ് കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എന്നാ പറയുക, ഒരു കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം. അന്നേച്ച് നമ്മുടെ ഈ കത്തിരിക്കായില്ലയോ അതിനെ ഒരു സൈഡ് നമ്മൾ ഇടുന്ന സൈഡിൽ എന്തായാലും മറുവശത്ത് പാനിൽ ഓൾറെഡി ഉണ്ട് നമുക്ക് ഒലീവ് ഓയിൽ, പക്ഷേ ഇപ്പറയും കൂടെ വേണം. ഇതാദ്യം പ്ലേസ് ചെയ്യട്ടെ. ഇത് ശരിക്കും നമുക്ക് ഓവണൊക്കെ ഇപ്പം ചീത്തയായി കിടക്കുവാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓവണിനകത്തോട്ട് ഈ ഒലീവ് ഓയിൽ തേച്ച് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ് ഡ്രെയിൻ ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് മൂപ്പിച്ചെടുത്തേക്കരുത്, ഇതൊന്ന് ഡ്രെയിൻ ആവണം. അപ്പം ഇനി ഇപ്പുറ വശത്തൂടെ ഇച്ചിരി ഒന്ന് ഒലീവ് ഓയിൽ തേച്ച് കൊടുക്കും. ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാവേ. ഒത്തിരി നേരം നമ്മൾ കത്തിരിക്ക ഇങ്ങനെ അടുപ്പയിൽ ഇടുവാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് എന്നാ പറയുക, ഒന്ന് ഷ്രിങ്ക് ആവും. അത് വേണ്ട, ആ ക്രിസ്പിനെസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് കോട്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇനി പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനകത്തോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഒരു പ്ലേറ്റിലിടുക, കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ് ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ഇടാം, പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇടുക, ഇച്ചിരി ഉപ്പ്, കുറച്ച് ഉപ്പിട്ടാൽ മതി, ബ്രെഡിന് ഉപ്പുണ്ട്. പിന്നെ അന്നേരം നമ്മൾ ചേർക്കാൻ പോകുന്ന ചീസിനാന്നേലും ഉപ്പുണ്ട്, അന്നേരം ഒത്തിരി ഇടല്ലേ, കുറച്ചിട്ടാൽ മതി. ഇതിനകത്തോട്ട് കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് അന്നേച്ച് ഇതിനെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യാം.
ഒരു പോർഷൻ. ഇനി നെക്സ്റ്റ് പോർഷൻ എന്നാന്ന് വെച്ചാൽ ഒരു 2 മുട്ട എടുത്തേച്ച് അതും ബീറ്റ് ചെയ്ത് വെക്കുക. ഇതിനകത്തോട്ട് ഒരു നുള്ള ഉപ്പ്, മുട്ടയ്ക്ക് വേണ്ടിയുള്ള ഉപ്പാന്നേ, എന്നുവെച്ച് നല്ലതായിട്ട് ബീറ്റ് ചെയ്യുക. തീ നല്ലതായിട്ട് കുറച്ച് വെച്ച് കുറച്ച് ഒലീവ് ഓയില്, ഇതിന് കൂടെ കുറച്ച് ബട്ടർ കൂടെ ഇടണേ. അന്ന് വെച്ച് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ, ചൂട് പോയ കത്തിരിക്ക എടുത്തേച്ചാൽ മതി, ചൂടോടെ എടുക്കണ്ട. ഫസ്റ്റ് മുട്ടയിൽ മുക്കുക, എന്ന് വെച്ച് ഈ കത്തിരിക്ക ഇതിനകത്തോട്ട്. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ആക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഫുൾ കോട്ട് ചെയ്യാം. നമ്മൾ ഇതിനകത്തിട്ട് വറുത്തെടുക്കണം. അതും ചെറിയ സിമ്മിലേ ഇടാവുള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് ഫുൾ വെന്തിട്ടില്ല, ഹാഫേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി അത് മൊരിഞ്ഞു വരാൻ നമ്മൾ കട്ട്ലേറ്റ് അധികം നേരമില്ലല്ലോ. പക്ഷേ ഇത് ഉള്ളിലധികം വേവാത്തതുകൊണ്ട് കുറച്ച് ചെറിയ സിമ്മേലിട്ട് വേണം ഇത് മുരിച്ചെടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ അതിനി അടുക്കെ നിന്ന് തന്നെ അത് വറുത്തെടുക്കണം കേട്ടോ. രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ അത് മുരിച്ചെടുക്കണം. ഇത് ഇവിടെ കിടന്നൊന്ന് മൊരിയട്ടെ, ചെറിയ സിമ്മിലാ കിടക്കുന്നത്. ഇനി എന്നാ ചെയ്യുന്നത്, നമുക്ക് ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താന്ന് വെച്ചാൽ സംഗീത തറവാട്ടിലെ പ്രശസ്തരായ 2 നാത്തൂമാരാണ് ഇവിടെ വരാൻ പോകുന്നത്. നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന 2 നാത്തൂമാരാരാന്നറിയാവോ? പ്രൊഫസർ കെ ഓമനക്കുട്ടി ടീച്ചറും അന്തരിച്ചു പോയ MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വൈഫ് പത്മ ചേച്ചിയാണ് ഇവിടെ വരാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച അമ്മയാണ് സത്യത്തിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് അദ്ദേഹമാണ്. പക്ഷെ അന്ന് ഞാൻ സിനിമയിൽ കാലെടുത്ത് വെച്ച അന്ന് അദ്ദേഹത്തിനെ കണ്ടായിരുന്നു. മ്യൂസിക് ഇദ്ദേഹമാ ചെയ്യുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ അന്ന് തൊട്ട് രാധാകൃഷ്ണൻ ചേട്ടൻ എന്നോട് ഭയങ്കര ഒരു കൺസേൺ ഉണ്ടായിരുന്നു. ഒരു ശരിക്കും പറഞ്ഞാൽ തുറന്നു പറയുവാന്നേൽ ഒരു അച്ഛൻ്റെ സ്ഥാനം തന്നെയായിരുന്നു രാധാകൃഷ്ണൻ ചേട്ടൻ എനിക്ക്. അതേപോലെ പപ്പിയമ്മ അതേപോലെ ഒരു അമ്മയുടെ സ്ഥാനമാണ് എനിക്ക് ഇന്നും. അതെ, ഈ നിമിഷം വരെ അതെ. പപ്പിയമ്മ എന്നെ എപ്പോഴും വിളിച്ച് എല്ലാ കാര്യത്തിനകത്തും കാര്യങ്ങളൊക്കെ പറയാം, മോളെ നീ ഇതാന്നൊക്കെ ഒരു മകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്നോട് എപ്പോഴും പെരുമാറുന്നത്. ശരിക്കും അവർ വന്നു കഴിയുമ്പോൾ എനിക്ക് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ടല്ലോ. ശരി, ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് 2 നാത്തൂമാരാണ് വരാൻ പോകുന്നത്. പിന്നെ മാത്രമല്ല സംഗീത ലോകത്തെക്കുറിച്ച് എന്തെല്ലാം അറിവുകൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. പിന്നെ അവരുടെ കുടുംബ വിശേഷങ്ങളും എല്ലാം അറിയാം. പക്ഷെ ഇതായാലേ ഒക്കത്തുള്ളൂ. എനിക്കിത് ഇച്ചിരി ധൃതി കൂട്ടി വറക്കാൻ ഒക്കിയാല, ക്ഷമയോടുകൂടിയും നല്ല രുചിയുള്ളൊരു ആഹാരം വേണം നമുക്ക് അവർക്ക് കൊടുക്കാൻ. നമ്മുടെ ബ്രിഞ്ചോൾ ഫ്രൈയും ടൊമാറ്റോ സൂപ്പും റെഡിയാന്നു. ഇത് ടേസ്റ്റ് കംപ്ലീറ്റ്ലി എന്നാ പറയുന്നത്, ബ്രിഞ്ചോളാന്ന് പറയവേ ഇല്ല, ഒത്തിരി ഡിഫറെൻറ്റാണ്. ഇതൊരു സ്റ്റാർട്ടർ മാത്രമായിരുന്നു. ഇത് വെച്ചൊരു ഡിന്നറൊക്കെ തയ്യാറാക്കണം കേട്ടോ. ഇതിങ്ങനെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. നമസ്തേ നമസ്തേ. എനിക്ക് വയ്യ. പപ്പിയമ്മ ഒരു അനുഗ്രഹം മേടിച്ചാട്ടോ. വരൂ 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 വരൂ. സന്തോഷം എൻ്റെ അടുക്കളയിലേക്ക് വന്നാൽ. ഐ എം സോ ഹാപ്പി. മാത്രമല്ല ഞാൻ ഇപ്പം എൻ്റെ പ്രേക്ഷകരോട് എന്താ ടീച്ചറമ്മ ഞാൻ പറഞ്ഞതെന്നറിയാവോ, നമ്മൾ ഈ പ്രേക്ഷകരൊക്കെ ഇപ്പോൾ കൂടുതലും TV സീരിയലൊക്കെ കണ്ടുവെച്ച് ഈ ഞാൻ എന്നെ അഡ്രസ്സ് ചെയ്തതെന്ന് ആദ്യം പറയട്ടെ. ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് ഇവിടെ വരാൻ പോകുന്ന 2 നാത്തൂമാരാന്നാ പറഞ്ഞേക്കുന്നത്. അന്നേരം സീരിയലൊക്കെ കണ്ടുവെച്ച് പൊതുവേ ഒരു അഭിപ്രായമില്ലേ ജനങ്ങളുടെ ഇടയിൽ, നാത്തൂനെന്ന് കേൾക്കുമ്പോൾ ഉടനെ അതിൻ്റെ കൂടെ ഒരു പേരോട് ഒരു നാത്തൂൻ പോരെന്നൊക്കെ പറഞ്ഞു വെച്ചല്ലേ. അപ്പം ഞാൻ പറയാ, ശരിക്കും പറഞ്ഞ നാത്തൂൻ പോരെന്നൊന്നും പറയുന്നത് ചുമ്മാ വെറുതെയാ. എൻ്റെ ഈ 2 അമ്മമാരെ കണ്ട അത് പറയുവോ? ഇപ്പൊ ഏറ്റവും സ്നേഹത്തോടെ ഇരിക്കുന്ന 2 അമ്മമാരായത്. അത് മാത്രല്ല ഇപ്പൊ ഏറ്റവും വലിയൊരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ രാധാകൃഷ്ണൻ ചേട്ടൻ നമ്മുടെ ഇടയിൽ ഇല്ല. എങ്കിൽ പോലും സത്യം ഈ അമ്മമാരെ കണ്ട് നമ്മൾ പഠിക്കണം. അത്രയും നല്ല വേണം അല്ലേ. അത് വേറൊരു രസമുണ്ട്.
പല സമയത്ത് ഇപ്പൊ ഓമൻ ചേച്ചിയെ കാണുമ്പോ ഞാനാണെന്നും എന്നെ കാണുമ്പോ ഓമൻ ചേച്ചിയാണെന്നും തെറ്റിദ്ധരിക്കുന്നു ആളുകൾ. അതെങ്ങനെ ഞങ്ങൾക്ക് ഈ ചായ എങ്ങനെ വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. സത്യത്തിൽ എനിക്ക് ഈ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോഴെങ്കിലും അത് തെറ്റുവരില്ല. പക്ഷേ അതിനകത്ത് ഒരു പ്ലസ് മനസ്സിലാക്കുന്ന എന്താ അറിയോ പപ്പിയമ്മേ, ആ സ്നേഹത്തിന്റെ ബലം. അത് കാരണം ഒരിക്കലും രക്തബന്ധമില്ല ഞങ്ങൾ തമ്മിൽ, അല്ലേ? ഓമൻ ചേച്ചിയുടെ ചേട്ടന്റെ ഭാര്യയാണ്. പക്ഷേ അന്നൊന്നും ഞങ്ങൾ തമ്മിൽ ഒരു സിമിലാരിറ്റി ഇല്ല, കല്യാണം കഴിഞ്ഞ്. പക്ഷേ ഇത്രയും വർഷങ്ങൾ, ഇപ്പോൾ ഏകദേശം 40 വർഷമായി ഞങ്ങൾ ഒന്നിച്ച്. പക്ഷെ ഇങ്ങനെ ചായ വന്നത് എങ്ങനെയാന്ന് എനിക്ക്, ഞാൻ വെറുതെ പറയുന്നില്ല, മറ്റുള്ളവർ പറയുന്ന പോട്ടെ. ഈയിടെ ഞാനൊരു ഫോട്ടോ എടുത്തപ്പോ, എന്റെ ഒരു ഫോട്ടോ എടുത്തപ്പോ, അയ്യോ ഇത് ഓമൻ ചേച്ചിയെ പോലെ ഇരിക്കുന്നു. എനിക്ക് സ്വയം തോന്നി, ഓമൻ ചേച്ചിയെ കണ്ടപ്പോ ഇതെന്നെ പോലെ ഇരിക്കുന്നു. അയ്യോ ചേച്ചി, സത്യമായിട്ടും ഇത് വേറൊരാൾ പറഞ്ഞാൽ നമുക്ക് അതിശയം, അതിശോക്തി എന്ന് പറയാം. ഇത് സ്വയം തോന്നി, എന്താന്നറിയില്ല. പക്ഷെ ആ സ്നേഹം എന്നും നിൽക്കട്ടെ, അത് ഒരിക്കലും മാഞ്ഞു പോരുത്. അത് എന്നും ആ നടുക്ക് എപ്പോഴും ഉണ്ടാവണം. എന്തായാലും സന്തോഷമുണ്ട് 2 അമ്മമാര് വന്നതില്. അതും ഒരു മകളുടെ ഒരു വീട്ടില് അമ്മമാർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമാ. പിന്നെ മാത്രമല്ല, ഇത്രയും വലിയൊരു സംഗീത കുടുംബത്തിലേക്ക് പപ്പിയമ്മ കയറി വരികയും കൂടെ ചെയ്തു. ആ ഒരു വിശേഷമൊക്കെ ഒത്തിരി കേൾക്കാനില്ലേ പപ്പിയമ്മ? വേണം. മകളെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ മോള് കാത്തുവിന്റെ അതേ പ്രായമാണ്. അതാ രാധാകൃഷ്ണൻ ചേട്ടൻ ശരിക്കും എനിക്കൊരു അച്ഛനെ പോലെ തന്നെ. ആദ്യം പടം തുടങ്ങി ആ ലാസ്റ്റ് എന്നെ കാണുന്നിടം വരെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഒത്തിരി എന്നെ കൺസേൺ ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പപ്പിയമ്മേനെയും രാധാകൃഷ്ണൻ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാനേ പറ്റില്ല. അതേമാതിരി പപ്പിയമ്മയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നെ വഴക്ക് പറയാൻ കേട്ടോ. ഒരമ്മയുടെ സ്ഥാനമാണ് എനിക്ക് ശരിക്കും. എന്തായാലും ഒരുപാട് വിശേഷമുണ്ട്. നാത്തൂൻ കയറി വന്ന വിശേഷമൊക്കെ പറയാനില്ലേ, കണ്ടോ? പിന്നെ ടീച്ചർ അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. സംഗീതത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് പാഠങ്ങൾ കിട്ടുന്നത് ഈ ടീച്ചർ അമ്മയെ കൂടെയാണ്. അതറിയണ്ടേ ശരിക്കും, തിരുത്ത് എല്ലാം അമ്മ പറഞ്ഞുതരും. പിന്നെ ഈ വിശേഷം ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് സാവധാനത്തിൽ വർത്താനം പറയാം, അല്ലേ? ശരിയാ. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നില്ല. ഇന്ന് വെജൊക്കെ ആയതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ തരാന്ന് വിചാരിച്ചു. ഒരു ഇറ്റാലിയൻ ആണ്, നമ്മുടെ നാട്ടിലെ ഒന്നുമല്ല. അന്നേരം ഈ പ്രത്യേകിച്ച് ഈ പുറത്ത് ഇറക്കുമതി ചെയ്തതാ, ഇമ്പോർട്ടഡാ ഇങ്ങോട്ടേക്ക്. അപ്പൊ പിന്നെ എന്തായാലും നോക്കാലോ ടേസ്റ്റ്. ഇത് കണ്ടപ്പോഴേ സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഈ നെമ്മീൻ ഫിഷ് ഫ്രൈ അല്ല, ഇത് കംപ്ലീറ്റ്ലി കത്തിരിക്കയുടെ ഒരു വേറെ വേർഷൻ. ഉഗ്ര സൂപ്പ്. അവിടെ പാചകമൊക്കെ എങ്ങനെയാ ടീച്ചർ അമ്മ ചെയ്യോ? പാചകമൊക്കെ കുറച്ചൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. ആണോ? പക്ഷെ അറിയാം. പക്ഷെ എനിക്ക് ഈ നാടൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കാനേ അറിയുള്ളൂ. അല്ലാതെ ഇപ്പൊ ഇതുപോലെ ഇത് കാണുമല്ലോ ലേറ്റസ്റ്റ്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ടീച്ചർ അമ്മേ, മേടയിൽ തറവാട്ടില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീപ്പ് ബന്ധം തന്നെ ഉണ്ട്. ആ ഒരു ഇതൊന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? മേടയിൽ എന്ന് പറഞ്ഞാൽ ഏവർക്കും സ്വാഗതം ഓതുന്നൊരു വീടാണ്. അവിടെ ചേട്ടൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാക്കിയാൽ പോരാ, അവിടെ വലിയൊരു ഡൈനിങ് ടേബിളുണ്ട്. ആ ഡൈനിങ് ടേബിൾ നിറച്ച് ആഹാരം എപ്പോഴും ഉണ്ടായിരിക്കണം. എടുത്ത് കളഞ്ഞാലും ശരി, ആരും വന്നില്ലെങ്കിലും ശരി, അത് നിറഞ്ഞിരിക്കണം. അതാണ് ചേട്ടൻ്റെ ഒരു സ്വഭാവം. വയലാർ രവിചേട്ടൻ പറഞ്ഞു, അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന സമയം. അപ്പോൾ രവിചേട്ടനും 3-4 പേരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ
വലിയ തളത്തിൽ ഇങ്ങനെ അവര് റെസിഡൻസി ബംഗ്ലാവിലാണ് താമസം. അപ്പോൾ അവർ കഴിക്കാൻ വരും, 4 പേര് കൂടെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വലിയ കലത്തിൽ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, കറികളെല്ലാം ഉണ്ടാക്കി. അമ്മ അടുക്കളയിൽ കയറുന്ന സമയമാണ്. അപ്പോൾ കൂടെ ഞാൻ സഹായിക്കാനുണ്ടായിരുന്നു. എല്ലാം ഉണ്ടാക്കി വെച്ചു. ചേട്ടൻ വന്ന് അടുക്കളയിൽ വന്നിട്ട് കലം തുറന്നിങ്ങനെ നോക്കിയപ്പോൾ ഈ വലിയ കലമല്ലേ, വലിയ കലത്തിൻ്റെ ഒരു 1/4 ഭാഗം ചോറുണ്ട്, പക്ഷെ നിറഞ്ഞു കാണാഞ്ഞിട്ട് ദേഷ്യം വന്നു. ദേഷ്യം വന്ന മാത്രമല്ല, ആ പുറവശത്ത് പോയിട്ട് തലയിട്ട് അടിച്ചിട്ട് ഈ അമ്മയും മോളും കൂടെ എന്നെ നാണം കെടുത്തു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. അപ്പം അമ്മ പറഞ്ഞു, എടാ നീ വിഷമിക്കാതെ, അവർക്ക് എത്ര പേര് വന്നാലും കഴിക്കാനുണ്ട് ചോറ്, നിനക്ക് നീ കാണുന്ന പോലെ എല്ലാം ഉണ്ട്. അമ്മ എന്ത് നിറച്ച് പപ്പടമൊക്കെ കാച്ചി മേശപ്പുറത്തെല്ലാം വെച്ചു. പിന്നെ അമ്പലത്തിൽ പ്രസാദം ഉണ്ടായിരുന്നു, അതൊക്കെ എല്ലാവർക്കും ആദ്യം വിളമ്പിയലേൽ. അപ്പം എല്ലാവരും മധുരം കഴിച്ചിട്ടുണ്ടോ, ചോറ് തകഞ്ഞില്ലേലും മധുരം കഴിക്കാൻ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം. പക്ഷെ ചേട്ടൻ്റെ കൂടെ 4 പേരല്ല, ഒരു 5-8 പേരുണ്ടായിരുന്നു. എല്ലാവർക്കും ചോറ് തികയും ചെയ്ത് ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ അടുത്ത ദിവസം അപ്പം ഞങ്ങൾ കാലത്ത് നിന്ന് ചോറ് പകർന്നെടുത്തിട്ടാണ് വിളമ്പിക്കൊണ്ടിരുന്നത്. അടുത്ത ദിവസം ഞാൻ പോയി ചാലയിൽ പോയിട്ട് വലിയൊരു ബേസിൻ മേടിച്ചു, വലിയൊരു ബേസിൻ. അപ്പം ആ മേടിച്ചിട്ട് ചോറ് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ഈ ബേസിനിലോട്ട് അങ്ങ് പകരം, എന്നിട്ട് മേശപ്പുറത്ത് വയ്ക്കും. നിറച്ച് അങ്ങനെയാണ് ആ ബേസിൻ കാണുന്നവരൊക്കെ ഞെട്ടിപ്പോ. ആര് വന്നാലും ബേസിൻ തുറന്ന് നോക്കുമ്പോൾ നിറച്ച് ചോറുണ്ട്. പിന്നെ നമ്മുടെ സുരേഷൊക്കെ ഇല്ലേ, പപ്പിയുടെ സുരേഷ് അന്ന് കല്യാണത്തിനൊക്കെ മുമ്പ് അവർ നമ്മുടെ വീട്ടിലെ അംഗങ്ങളായിരുന്നു. സുരേഷ് ആണെങ്കിലും പ്രിയനാണെങ്കിലും എല്ലാവരും, പപ്പിയൊക്കെ തന്നെ. അവരുടെ കല്യാണം പോലും അവിടെ നിന്നാണ് അവരുടെ പരിചയമൊക്കെ നടക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ പിന്നെ സുരേഷ് ഒരു ദിവസം പറഞ്ഞു, ഒരു ബന്ധിൻ്റെ ദിവസം, നമുക്കൊരു കാര്യം ചെയ്യാം, മേടയിൽ റെസ്റ്റോറൻറ്റിൽ പോവാം. മേടയിൽ റെസ്റ്റോറൻറ്റ്, നമുക്ക് അവിടെ പോവാം. അങ്ങനെ അത്ര പോലെ ഈ ബന്ധിൻ്റെ ദിവസം നമുക്ക് സുഖമായിട്ട് അവിടെ വന്ന് വെച്ചാൽ അന്ന് ട്രിവാൻഡ്രത്ത് ഒരുപാട് ഷൂട്ടിംഗ് നടക്കുന്ന കാലമായിരുന്നു. മിക്കവാറും ലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും എല്ലാവരും ട്രിവാൻഡ്രത്ത് സ്ഥിരമായിട്ടുള്ള സമയമാണ്. അപ്പം എല്ലാവരും വന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, അവിടെ വന്ന് ഒരു നേരമെങ്കിലും ആഹാരം കഴിച്ചിട്ട് പോകാത്ത ആളുകൾ ഉണ്ടാവില്ല. ആര് വീട്ടിൽ വന്ന് എന്നാ വിശേഷം പറയാൻ വന്നിരുന്നാലും അവരെ കഴിപ്പിച്ചിട്ടല്ലാതെ വിടുകയല്ല. സ്വന്തമായിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കും, പല ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് മിക്സ്. നിങ്ങളൊന്നും ഒന്നും അല്ല എന്ന് വേണം പറയാൻ. അതുപോലെയുള്ള ബാക്കിയുള്ളവർ വരുന്നവരൊക്കെ സ്പെസിമെൻ അവരുടെ എല്ലാവർക്കും പരീക്ഷണത്തിന് കൊടുക്കും. അങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു, ഒരു പാഷനാണ്. ഈ കുക്കിങ്ങിനോട് വലിയ ഇഷ്ടമായിരുന്നു. ടീച്ചറമ്മേ, ഈ സംഗീത കുടുംബത്തിലേക്ക് ഈ പപ്പിയമ്മ വന്നത് ഒന്ന് പറഞ്ഞു തന്നെ. പത്മനെ പേടിച്ചാ വന്നത്. കാരണം പേടി മറ്റൊന്നിനും അല്ലായിരുന്നു, ആരെങ്കിലും പാടാൻ പറഞ്ഞെങ്കിലോ എന്ന് വെച്ചാണ്. ഒരിക്കൽ ചേട്ടൻ നിർബന്ധിച്ച് പാടിക്കാൻ ആയിട്ട് പാടെന്ന് പറഞ്ഞു. പത്മജ വന്ന് നിന്ന് ഞാൻ ഇന്ന് ഓർക്കുക, മുഖമൊക്കെ വിളറി, എന്ത് ചെയ്താ പാടത്തില്ല. പിന്നെ എങ്ങനെയോ പാടി വിറച്ച് പിന്നെ പറഞ്ഞില്ല. കോളേജിലൊക്കെ ഗ്രൂപ്പ് സോങ്ങും എല്ലാം ചുമ്മാ അല്ലാത്ത മാത്രം സിംഗറായിരുന്നു. അങ്ങനെയൊക്കെ പാടുന്നുള്ള ഇവരുടെ വലിയ പാട്ടുകാരുടെ ഇടയ്ക്ക് വന്നിട്ട് ഡാൻസ് ആയിരുന്നു. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുമല്ലോ, ഡാൻസും കഥ എഴുത്തും ചിത്രം വരപ്പും. ഇവരുടെ ഒരു ഡാൻസ് ഇന്ത്യ പ്രിയദർശിനി കോളേജിൽ ഞാൻ ഇന്ന് ഓർക്കും. അത് അന്നൊരു വലിയ സംഭവം ഉണ്ടായി കേട്ടോ. ഇവര് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക രണ്ടുപേരും ഒരുപോലെ. അതിൻ്റെ പുറകില് ഇന്ത്യയുടെ ഒരു പടം വെച്ചിട്ട് അതിലെ മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഇവർ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കത്തിച്ചപ്പോൾ ആ ബോർഡേ കത്തി തുടങ്ങി. മുഴുവനും കത്തി. കോളേജിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ ലെക്ചറാണ് ഞാൻ അന്ന്. അപ്പൊ താഴെ ഇരുന്ന് കാണുന്നവർക്ക് ഒരു ഇതായിരിക്കും, അയ്യോ ഇത് കത്തുകല്ലേ, മുഴുവൻ കത്തിപ്പിടിക്കില്ലേ. ശരിയാ. ചേച്ചിക്ക് ഞങ്ങളെ അപ്പൊ അറിയാം പരിചയമില്ല കേട്ടോ, അറിയാം, അത്രേ ഉള്ളൂ. ടീച്ചറമ്മ ആ കഥയൊന്ന് പറഞ്ഞേ, എങ്ങനെയാ രാജൻ ചേട്ടൻ കണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞേ. ചേട്ടന് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു, അതാണ് സത്യം. എത്ര വയസ്സിലായാലും ചേട്ടന് 35 വയസ്സ്. 35 വയസ്സ്. അപ്പോൾ അറിയാമല്ലോ എത്ര. അപ്പോൾ അമ്മയാണെങ്കിൽ ആലോചന ഏത് വന്നാലും വേണ്ട എന്ന് പറയും. ഒടുക്കം ഇവരുടെ ഫോട്ടോ കാണിച്ചു. ഇത്രയും കഥ അറിയാവുള്ളൂ, എനിക്ക് ഇത്ര അറിയും. അറിയാവുന്ന കഥ വളരെ. അപ്പൊ ഈ 5 വർഷം
തമ്മിൽ അറിയാമായിരുന്നു എന്നുള്ള ഓം ചേച്ചി കോളേജിലായിരുന്നിട്ട് പോലും കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ചേട്ടൻ ഓം ചേച്ചി കൊണ്ടുവിടാൻ വരും കോളേജില്. അപ്പൊ ഒരു ടാക്സി ഉണ്ട്, ഒരു ഫിയറ്റ്. അന്നൊക്കെ ടാക്സിക്ക് 2 രൂപയാണല്ലോ ചാർജ്. അപ്പൊ മണി എന്ന് പറഞ്ഞ ഡ്രൈവറായിരുന്നു. അപ്പൊ അതില് വരും, ഓം ചേച്ചി അവിടെ ഇറക്കും, നേരെ ആകാശവാണിയിലേക്ക് പോകും. എൻ്റെ അടുത്താണല്ലോ, മിസ് കോളേജിൻ്റെ അടുത്താണ് ഓൾ ഇന്ത്യ റേഡിയോ. നേരെ അങ്ങോട്ടേക്ക് പോകും. അപ്പം ഞാൻ ചേട്ടൻ ഓം ചേച്ചി ഇറക്കുന്ന കാണാൻ വേണ്ടി, ചേട്ടൻ ആ സമയത്ത് ഞാൻ മാത്രമല്ല കോളേജിലെ എല്ലാവരും നമ്മളെല്ലാം ആരാധകരാണ്, എല്ലാവരും ഫാൻസാണ്. അപ്പോൾ ഒരുപാട് പേര് MGR. അപ്പം ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് ചേട്ടൻ്റെ പിന്നെ പാട്ട്, ഉണ്ണിഗണപതിയും അങ്ങനത്തെ പാട്ടുകളൊക്കെ റേഡിയോ കൂടെ കേൾക്കുന്നതും ഒക്കെ. പിന്നെ ഞങ്ങളുടെ ഈ കോളേജിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള മറ്റേ സോങ്സിന് മ്യൂസിക് കമ്പോസ് ചെയ്യാനായിട്ട് ചേട്ടനായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റേജിന്റെ പ്രിൻസസിന്റെ അതിന്റെ ഫംഗ്ഷന് ഓം ചേച്ചിയും ചേട്ടനും ഒക്കെ ആയിരിക്കും പാടുന്നത്, ചേട്ടനെ കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിൽ സ്റ്റേജിന്റെ ബാക്കിലൊക്കെ ഇങ്ങനെ കാണും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ട് ഉള്ള പരിചയമുണ്ട്. പിന്നെ ഞാൻ ആ ടൈമില് പിന്നെ കാർഡ്സ് വരച്ചയക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വരച്ചയക്കും. ചേട്ടനും വരച്ചയക്കും, പക്ഷെ പേര് വെക്കില്ല, പേര് വെക്കാതെ അയക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ചേട്ടൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ 2 പേര് കാണുമ്പം ചേട്ടന് അത്ര ഐഡന്റിക്കൽ ട്വിൻസാണ് ഞങ്ങള്. അപ്പൊ തിരിച്ചറിഞ്ഞിരുന്നത് 2 പേരിൽ ഒരാളെ കാണുമ്പം ഒരാളുടെ മുഖം അങ്ങ് വികസിക്കും, മറ്റേ ആള് ദേഷ്യത്തിലങ്ങ് പോകും. അങ്ങനെയാണ് ഞങ്ങളെ ഇപ്പൊ ഈ കാർഡ് അയക്കുന്ന ആളാണ് പത്മജ എന്നുള്ളത് ചേട്ടന് പതുക്കെ മനസ്സിലായി തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ലളിതഗാനം. അത് അപ്പോഴത്തേക്കും 73 ഞങ്ങൾ പാസ് ഔട്ടാണ് വന്നത്. ഏകദേശം 1968 മുതൽ പ്രീ ഡിഗ്രി ചേരുമ്പോൾ മുതൽ അറിയാം ചേട്ടനെ, ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഒരു ലളിതഗാനം എഴുതി. ആ സമയത്ത് 74 ഒരു ലളിതഗാനം എഴുതിയപ്പോൾ ചേട്ടൻ ഇതുപോലെ പേര് വയ്ക്കാതെ അയച്ചു. ചേട്ടൻ പറഞ്ഞു, ഞാൻ പേര് വയ്ക്കാതൊക്കെ അയച്ചാൽ കോൺട്രാക്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം നിൻ്റെ പേര് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പാട്ട് കമ്പോസ് ചെയ്ത് റേഡിയോ കൂടെ പ്രക്ഷേപണം ചെയ്തു. ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം ഞാൻ എന്തോന്നും അരുതാത്ത ചെയ്ത പോലെ പേടിയായിപ്പോയി. ഗിരിജയും ഞാനും മാത്രം റേഡിയോ ഒന്നും അമ്മച്ചിക്ക് അറിയില്ലല്ലേ, അതൊക്കെ വോളിയം കുറച്ച് വെച്ചിട്ട് ആ പാട്ട് കേട്ടു. ഇന്നാണെങ്കിലും ആലോചിച്ച് നമ്മൾ എത്ര ഇന്നത്തെ കുട്ടികളെ ഒന്ന് വെച്ച് ഫേസ്ബുക്കിലിടും. അതൊക്കെ ഭയങ്കര പേടി, കാരണം ചെയ്യാൻ പാടില്ലാത്ത എന്തൊരു ചെയ്ത പോലെയായിരുന്നു. അതിന്റെ വരികളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊരു അരുതാത്തൊരു കാര്യം ചെയ്ത പോലെ. ആ പാട്ടിന്റെ വരികള് ആകാശത്താരകൾ കണ്ണുകൾ ചിമ്മി, ആതിരാ പൂനിലാവും മയക്കമായി, പച്ചിലക്കാടുകളിൽ ഒളിച്ചു കളിച്ചൊരു പാതിരാ പൂങ്കാറ്റും വീണുറങ്ങി, ഈ പടിവാതിൽക്കൽ നിന്നെയും കാത്തിരിക്കും, ഞാനുമൻ സ്വപ്നങ്ങളും മാത്രമായി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ സംസാരം വീട്ടിലുണ്ട്. അപ്പം അമ്മ ഞങ്ങളെ പലപ്പോഴും വഴി വെച്ച് കാണാറുണ്ട്. അമ്മ ഭയങ്കര കൗതുകത്തോടെ നോക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങളുടെ ഒരു തിരുവാതിര കളി അമ്മ ഒരിക്കൽ കനകക്കുന്നിൽ വെച്ച് കണ്ടു. അന്ന് ഇതുപോലെ അമ്മയുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പോയി അമ്മയൊന്ന് സോപ്പിട്ടു, ഒരു ചെറിയ സോപ്പിടയിലൊക്കെ നടത്തി. ഓമൻ ചേച്ചി എടുത്ത സോപ്പിടൊന്നും നടക്കില്ല, കാരണം ഓമൻ ചേച്ചി അങ്ങനെ നമുക്ക് പിടി തന്നിട്ടേ ഇല്ല. കോളേജിൽ വെച്ച് ഞങ്ങൾ ടീച്ചർ എന്നുള്ള ഭയങ്കര ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നും അല്ല, എന്നാലും അന്നൊക്കെ അധ്യാപകരെ കുട്ടികളെ ബഹുമാനിച്ചിരുന്നു, കുറച്ച് ഭയപ്പെട്ടിരുന്നു. ഇന്നങ്ങനെയല്ല, ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് അപ്പൊ അമ്മയ്ക്ക് അറിയാം, ഞങ്ങൾ 2 പേരിൽ ഒരാൾക്ക് ചേട്ടനോട് ഇഷ്ടമുണ്ടെന്നുള്ള ഓം ചേച്ചിക്കും അറിയാം. കോളേജിൽ വെച്ച് കേട്ടതുണ്ടാവും. അപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ ചേട്ടൻ എന്തായാലും പെണ്ണ് കാണാൻ പോകുന്നില്ല, അപ്പോൾ അറിയാവുന്ന കുട്ടികളല്ലേ, അതിൽ ഒരാൾക്ക് ചേട്ടനോട് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു, അതൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ ആ ഒരു ഇതെല്ലാം മനസ്സിൽ കിടപ്പുണ്ട്. ഇപ്പൊ ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രേമിക്കുകയും പ്രണയിക്കുകയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഇഷ്ടമാണെന്ന് പറയും, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇതുപോലുള്ള നടന്നു. പിന്നെ ടീച്ചർ അമ്മയുടെ മറ്റേ ഇപ്പൊ തുടങ്ങിയ സ്കൂൾ ഇപ്പോഴല്ല, 22 വർഷമായി സംഗീത ഭാരതി. ഇപ്പൊ അതിനൊരു ബ്രാഞ്ചും കൂടെ ഉണ്ട് മരുതൂർക്കടവില്. നന്നായിട്ട് പോകുന്നു. ശിഷ്യകളെ കുറിച്ചൊക്കെ? ശിഷ്യര് വളരെ 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 ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, മീഡിയ ഉണ്ട്, പിന്നെ
അതിനും താഴെയുള്ള കുട്ടികളുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. അതാണ്. പലരും അവിടെ പഠിച്ചിട്ട് വന്നവർ പലരും പ്രശസ്തിയിലാണ്. അതെ 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 അതെ. ചിത്രയാണെങ്കിലും അരുന്ധതിയാണെങ്കിലും ചിത്ര അതിനു മുൻപേ പഠിച്ചു തുടങ്ങി എങ്കിലും സംഗീത ഭാരതിയിൽ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ അരുന്ധതിയാണെങ്കിലും പിന്നെ രഞ്ജിനി വർമ്മ ഓൾ ഇന്ത്യ റേഡിയോയിൽ അവരൊക്കെ ക്ലാസിക്കൽ മാത്രമാണ്. പിന്നെ KR ശ്യാമ ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരിക്കുന്നു. ഇങ്ങനെ കുറേ ശിഷ്യരെ പ്രഗത്ഭരായിട്ടുണ്ട്. പിന്നെ ഇപ്പം ഒരു ടീനേജിലുള്ള വളരെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ടീച്ചറമ്മ ശരിക്കും നമ്മളൊരു സംഗീതം പഠിക്കുമ്പോഴേ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് കർണാട്ടിക് സംഗീതം പഠിക്കുന്ന കുട്ടികളോ എല്ലാം ഉണ്ട്. പക്ഷെ കർണാട്ടിക് സംഗീതത്തിനോട് അധികം അങ്ങോട്ട് പ്രാധാന്യം കൊടുക്കാതെ പല ഹിന്ദുസ്ഥാനിയിലോട്ടും ഗസൽസിലും ഒക്കെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഉണ്ട്, സത്യമാണത്. അത് ഒരു ട്രെൻഡ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക് നന്നായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ അതിന് വളരെ കോംപ്ലക്സിറ്റി ഉള്ളതാണ്. അത് പഠിക്കുകയാണെങ്കിൽ ഏത് സംഗീതവും ഈസി ആയിരിക്കും. അതിൻ്റെ ബേസായിട്ട് വർത്തിക്കുന്നതാണ് കർണാട്ടിക് മ്യൂസിക്. അത് പക്ഷേ ആദ്യമൊക്കെ വരുന്ന 4 വയസ്സ് മുതലുള്ള കുട്ടികൾ പഠിക്കാൻ വരും. വലിയ ബുദ്ധിമുട്ടാണ് അത് പഠിച്ചു വരാൻ. പ്രായം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവർ 1-2 മണിക്കൂറുകൾ ഇരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്കൊരു ഇതിനോടൊരു അവർഷൻ വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ലൈറ്റ് മ്യൂസിക്കും കൂടെ പഠിപ്പിക്കും. അതുതന്നെയല്ല, ഭാവിയിൽ ക്ലാസിക്കൽ മ്യൂസിക്കിന് ഉപയോഗിക്കുന്ന വോയിസ് ഒന്നും ലൈറ്റ് മ്യൂസിക്കിന് ഒന്നുകൂടെ ഒതുക്കി മോഡുലേഷനൊക്കെ കൊടുത്താണ്. അപ്പോൾ അവർക്കത് രണ്ടും ബാല്യകാലത്ത് തന്നെ അവർ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ലൈറ്റ് മ്യൂസിക്കും കൂടെ ചേർക്കാറുണ്ട്. രാധാകൃഷ്ണൻ ചേട്ടന് മ്യൂസിക് ചെയ്തിട്ട് ടീച്ചറമ്മ ഒരു പടത്തിൽ പാടിയിട്ടില്ലേ? ഇല്ല, അങ്ങനെയല്ല. നേരത്തെയുള്ള പാട്ടുകൾ തന്നെയാണ്, കീർത്തനങ്ങൾ. പിന്നെ ടീച്ചറമ്മ എന്തുകൊണ്ട് ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് വരാത്ത? അത് ശരിയാണ്. അച്ഛന് ഏറ്റവും ഇഷ്ടം ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുകയായിരുന്നു. പിന്നെ പണ്ടത്തെ കാലമല്ലേ, ഇപ്പം ഫിലിമിലേക്കൊന്നും പോകണ്ട, മകൾ ക്ലാസിക്കൽ മ്യൂസിക് മാത്രം പഠിച്ചാൽ മതി എന്നൊരു ഇത് അച്ഛനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ക്ലാസിക്കലിലേക്ക് വന്നത്. ഇവരെ ആൺകുട്ടികളല്ലേ, അപ്പം അവർക്ക് ഒന്നുകൂടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അങ്ങനെയാണ് ഫിലിമിലേക്ക്. പക്ഷെ ചേട്ടൻ ക്ലാസിക്കൽ തന്നെയായിരുന്നു പാടിയിരുന്നത് എത്രയോ വർഷം. ഏറ്റവും കൂടുതൽ കച്ചേരി നടത്തിയിട്ടുണ്ട്. അയ്യോ, സംശയമില്ല. പിന്നെയാണ് ഇതിലേക്ക് വന്നപ്പോഴാണ് അത് എന്നെ കുറച്ച് അവോയ്ഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ലളിതഗാനം ആകാശവാണിയിലെ ജോലിയും ഒരു കാരണമാണ്. കച്ചേരികൾക്ക് പോകണമെങ്കിൽ പെർമിഷൻ വേണം. എന്നിരുന്നാലും 40 വർഷത്തോളം കച്ചേരി ചെയ്തു. പക്ഷെ പിന്നെ വീണ്ടും ചെയ്യാമായിരുന്നു. കച്ചേരി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് വരെയും വേണമെങ്കിൽ ചെയ്യാം. അതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പക്ഷെ നല്ല ലളിതഗാനങ്ങളും സിനിമാ പാട്ടുകളും കച്ചേരിയും ഒരുപോലെ കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തി വേറെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഈ സ്വാതി തിരുനാൾ കൃതികൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ ടീച്ചറമ്മ, കുറെ പലർക്കും അറിയാതെ പോയ കുറെ അതൊക്കെ കണ്ടെത്തി ടീച്ചറമ്മ, അതിനെ പറ്റി ഒന്ന് പറഞ്ഞേ. അത് സ്വാതി തിരുനാൾ കൃതികൾ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് പറയേണ്ടത് ഈ ട്രിനിറ്റിയെ കുറിച്ചാണ്. ത്യാഗരാജസ്വാമികൾ, ശ്യാമശാസ്ത്രികൾ, ദീക്ഷിതർ, ഇവർ 3 പേരും വളരെ ഏജ്ഡ് ആയിട്ടാണ് മരിക്കുന്നത്. നമ്മുടെ സ്വാതി തിരുനാൾ 34 വയസ്സിനിടയിൽ അവർ രചിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കോമ്പസിഷൻസാണ് രചിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് സ്വാതി തിരുനാളിൻ്റെ കൃതികൾ മുഴുവൻ ഇതുവരെയും ഇനിയാണ് എണ്ണർത്തരായിട്ടുള്ള കോമ്പസിഷൻസ് ഒരുപാടുണ്ട്, പ്രത്യേകിച്ചും പദം. അപ്പോൾ അതൊക്കെ ഒന്ന് മുഴുവനാക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു 8-9 CD എടുത്തിട്ടുണ്ട്. ഇനിയും ധാരാളം കിടക്കുന്നതേ ഉള്ളൂ. പൂന്തേൻ നേർമൊഴി സഖി, പൂന്തേൻ നേർമൊഴി സഖി, പൂന്തേൻ നേർമൊഴി സഖി, ഞാൻ വിരഹം പൂണ്ടു വലഞ്ഞിടുന്നേൻ, കാമിനി പൂന്തേൻ നേർമൊഴി സഖി. ഇത് മോഹിനിയാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ്.
അധികം പദങ്ങൾ വെളിയിൽ വന്നിട്ടില്ല. 67 പദങ്ങളുണ്ടെങ്കിലും വന്നിരിക്കുന്ന ഒരു 20 25 അത്രേ വന്നിട്ടുള്ളൂ. ഓം ചേച്ചിയുടെ വലിയൊരു ഫേവറേറ്റ് ആണ് ഓമന തിങ്കൾ കിടാവോ. അയ്യോ എനിക്കിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പം ഉണ്ടായ ഭയം എന്നെ കൊണ്ട് പാടിക്കുമോ എന്നുള്ളത്. കാരണം ശബ്ദം അടച്ചിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട്. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തൻ്റെ നീലാവോ. ഇത്രയും മനോഹരമായിട്ടുള്ള വേർഡ്സ്. സത്യം മുഴുവൻ കേൾക്കാൻ തോന്നുന്നു. ഇത് മുഴുവൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഒരു 13 മിനിറ്റെങ്കിലും വേണം. ഇത് സ്വാതന്ത്ര്യനാൾ മഹാരാജാവിനെ ഉറക്കാൻ വേണ്ടി രേമൻ തമ്പി ഉണ്ടാക്കിയ ഒരു ലല്ലബി എന്ന് പറഞ്ഞാൽ താരാട്ടുപാട്ട് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ സോഫ്റ്റ്നെസ്സും ആ രാഗത്തിൻ്റെ ഒരു എന്താ പറയേണ്ടത്, ഇത് കേട്ടല്ലേ സ്വാതന്ത്ര്യനാൾ വളർന്ന, എങ്ങനെ വലിയ ആളാകാതിരിക്കും? തീർച്ചയായിട്ടും. ഇത്രയും ഭരണപരിഷ്കാരങ്ങളും ഇത്രയും പാട്ടുകളും ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം ടീച്ചറമ്മേ, ഇന്ന് ജനിക്കുന്ന കുട്ടികൾ പോലും ഈ പാട്ട് കേൾക്കാതിരിക്കില്ല. അല്ല, വസതി കേൾപ്പിക്കണം. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുന്ന എന്തോന്ന് പാട്ടാണ്, ഭയങ്കര എന്താണ് അതാണ് ഈ ഒരു അഗ്രസീവ് മൂഡിലേക്ക് പിള്ളേർ വരുന്നത്. നേരെ മറിച്ച് സോഫ്റ്റ് ടച്ചസ് ഉള്ള പാട്ടുകളാണെങ്കിൽ ആ സോഫ്റ്റ്നെസ് അവരുടെ സ്വഭാവത്തിലും വരും, യാതൊരു സംശയമില്ല. മ്യൂസിക് തെറാപ്പി അതിന്റെ ഒരു ഫുൾ ഒന്ന് പറയാമോ ടീച്ചർ? മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, രാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെറാപ്പി, ഒരു പ്രോജക്റ്റാണത്. അപ്പോൾ അത് എടുക്കണമെങ്കിൽ ആദ്യം ഒരു റാൻഡമായിട്ട് കുറേ പേരെ സെലക്ട് ചെയ്യും. BP ഒരേ ലെവലിലുള്ള ആളുകളെ കുറേ പേരെ സെലക്ട് ചെയ്തിട്ട് അത് പകുതി പേരെ അങ്ങ് മാറ്റും, പകുതി പേരെ ഈ പാട്ടൊക്കെ കേൾപ്പിക്കുക, അവർക്ക് ഇഷ്ടമുള്ള പാട്ട് കൗൺസിലിംഗ് ചെയ്ത് അങ്ങനെയൊക്കെ വേണം. അല്ലാതെ ചുമ്മാ പാട്ടങ്ങ് പാടിയാൽ പോരാ. ഏതാൾക്കും ബേസിക്കലായിട്ട് ഏതെങ്കിലും ഒരു പാട്ട് ഇഷ്ടമായിരിക്കും. ആ പാട്ടിൻ്റെ രാഗം കണ്ടുപിടിക്കും. ആ രാഗത്തിലുള്ള പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്നിട്ട് അവരുടെ ആദ്യം പൾസ് റേറ്റ് എടുക്കും, പിന്നെ അവരുടെ BP എടുക്കും. എന്നിട്ട് ഇവരെ കൗൺസിലിംഗ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം പാട്ട്, ഓംകാരം എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഈ ഇഷ്ടമുള്ള പാട്ടിൻ്റെ ബേസിലുള്ള പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് അതിൽ കുറച്ചൊക്കെ പാടി കേൾപ്പിക്കും, അല്ലെങ്കിൽ റെക്കോർഡഡ് മ്യൂസിക് കേൾപ്പിക്കും. അങ്ങനെ ഒരു 45 മിനിറ്റാണ് ഈ പ്രോജക്റ്റിന്. എന്നിട്ട് ഇവരുടെ പൾസ് റേറ്റ് വീണ്ടും എടുക്കും, BP എടുക്കും. ഷുവറായിട്ട് കുറഞ്ഞിരിക്കും. എൻ്റെ റിസൾട്ട് 45 ദിവസം ഇത് എടുത്തു കഴിയുമ്പോൾ അവർക്ക് ഷുവറായിട്ട് കുറഞ്ഞിരിക്കും. എന്നിട്ട് മറ്റേ മാറ്റി നിർത്തിയ ആളുകളുണ്ടല്ലോ, അവർക്ക് പഴയ ഇത് തന്നെയായിരിക്കും. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് ഒത്തിരി കുറവായിരിക്കും. അപ്പോൾ അവർ വീട്ടിൽ പോയി ഈ പാട്ട് കേൾക്കണം. മരുന്ന് നിർത്തരുതൊരിക്കലും, പിന്നെ മെഡിസിൻ എടുത്തുകൊണ്ട് തന്നെ ഇത്. എന്നാലും ഒരു 50% നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമല്ലോ. തീർച്ചയായും 50% നമുക്ക് 100% ആയിട്ട് പറയാം 50 ഉറപ്പാണ് എന്നുള്ളത്. അങ്ങനെ ഓരോ രോഗങ്ങൾക്ക് ഓരോ വിധത്തിലായിരിക്കും ഇത് കൊടുക്കേണ്ടത്, തെറാപ്പി കൊടുക്കേണ്ടത്. ഒരു കുട്ടി ഷോള് കഴുത്തിൽ കുരുങ്ങിയിട്ട് 75 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു. സംഭവിച്ച കഥയാണ്. ഒരു ഷോള് കുരുങ്ങിപ്പോൾ ഒരു 10 വയസ്സുള്ളൊരു കുട്ടിയുടെ കഴുത്തിൽ കുരുങ്ങിയിട്ട് 75 ദിവസം കിടന്നു. ആ 75 ദിവസം കൊണ്ട് ഡോക്ടേഴ്സിൻ്റെ എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുഞ്ഞിന് ബോധമില്ലാതെ കിടക്കുക. ഇത് ഡോക്ടർ തന്നെ എന്നോട് നേരിട്ട് വിളിച്ച് പറഞ്ഞ സംഭവമാണ്. ഇപ്പോൾ പത്രത്തിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിന് അപ്പോൾ ഇവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി ഈശ്വരൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് അവരുടെ പേരൻസിന് അത്ര വലിയൊരു സ്ഥിതിയുള്ളവരൊന്നും എല്ലാവരും ഒരു പിന്നെ
ഈ മീൻപിടുത്തക്കാർ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ കുഞ്ഞിന് എന്താണ് ഇഷ്ടം, ഒരു ദിവസം ഈ പിന്നെ ഒരു ഫോണിൽ ഈ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ എന്നുള്ള പാട്ടിൻ്റെ ട്യൂൺ കേട്ടു. അപ്പോൾ പെട്ടെന്ന് കിടന്നിരുന്ന കുഞ്ഞിൻ്റെ ഈമ വെട്ടി, കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു. അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ അത് കണ്ടു. ചോദിച്ചു കുഞ്ഞിന് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ? പറഞ്ഞു അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവർ അന്ന് ഇതൊന്നുമില്ല, മൊബൈലൊന്നും ഇത്രയും കോമൺ അല്ല. അപ്പോൾ ഈ ഐപോഡില്ലേ, ഐപാഡ് അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, പാട്ട് റെക്കോർഡ് ചെയ്തെടുക്കുന്നൊരു ഐപോഡ്. അതിനകത്ത് എന്തോ റെക്കോർഡ് ചെയ്ത് ഈ പാട്ട് തന്നെ ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കുഞ്ഞിനെ കേൾപ്പിച്ചുകൊണ്ട് 24 മണിക്കൂർ ഈ പാട്ട് മാത്രം കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കുഞ്ഞ് അടുത്ത ദിവസം കണ്ണ് തുറക്കുന്നു, എണീക്കുന്നു, സംസാരിക്കുന്നു. ഇപ്പോഴേ മെഡിക്കലായിട്ട് സ്കൂളിൽ പോകുന്നു. കാണാൻ കൈതപ്രം എഴുതിയ പാട്ടാണ്, കൈതപ്രം കാണാനൊക്കെ പോയിരുന്നു. ശരിക്കും നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടന് വേണ്ട രീതിയിലുള്ള അംഗീകാരം കിട്ടിയില്ല എന്ന് ചേച്ചിക്ക് തോന്നുന്നല്ലേ? അത് ഒട്ടും കിട്ടിയിട്ടില്ല. കിട്ടേണ്ട അംഗീകാരം ഞാൻ പറയാം, നാഥാ നീ വരും കാലച്ച കേൾക്കുവാൻ. എത്ര വർഷങ്ങൾ കഴിഞ്ഞു, ഇന്നും ആ പാട്ടിന്റെ ജീവൻ എന്ന് പറയുന്നത് എത്ര വർഷങ്ങളായാലും കാലത്തെ അതിജീവിച്ച് നിൽക്കുവാണല്ലേ. അപ്പോൾ ചില പാട്ടുകൾക്ക് ആ ഒരു ശക്തി ഉണ്ടെന്നുള്ള സത്യമാണ്. ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രി ചേട്ടനെ തഴഞ്ഞു അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യം. ജീവിച്ചിരുന്നപ്പം ഒരു തരത്തിലും ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ കാര്യത്തിൽ ചേട്ടന് എന്തൊരു അംഗീകാരം കിട്ടാം. പിന്നെ ലൈറ്റ് മ്യൂസിക് ലളിതഗാന ചക്രവർത്തി എന്നാണെങ്കിൽ ഇപ്പോൾ വേറെ പേര് ഇപ്പം പറയാനില്ല. എപ്പോഴും അന്നുമില്ല, ഇന്നുമില്ല, ഇനി ഉണ്ടാവാനും പോണില്ല. ആകാശവാണിയിൽ ഇനി അതുപോലത്തെ പാട്ടുകളൊന്നും ഉണ്ടാവാൻ പോണില്ല. അത് സിനിമാ പാട്ടുകളും അതുപോലെ ചെയ്തിട്ടുള്ള ഏത് പാട്ടാണ് മാറ്റി നിർത്താവുന്നത്? ചേച്ചി ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കോ? ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. ഏതാ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വലിയ കമ്പമാണ് എനിക്ക്. ഇത് വായിച്ചുകൊണ്ടിരുന്ന ഇൻസ്ട്രുമെന്റ് ബുൾബുൾ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇവരൊന്നും ഈ മ്യൂസീഷ്യൻസ് ആരും അതിന് ഞാൻ പറയാം, ഈ പാട്ടിന്റെ നട്ടല്ലെന്ന് പറയുന്നത് ഗമകം എന്ന് പറഞ്ഞൊരു സാധനം, മോഡുലേഷൻ എന്നൊക്കെ പറയും. മോഡുലേഷൻ, ഭാവം എന്നൊക്കെ പറയുമല്ലോ. ഒരു മോഡുലേഷനും അല്ല ഗമകം. ഇപ്പൊ വീണക്കൊക്കെ ഈ മെട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഗമകം ഉണ്ടാക്കാം, വയലിനുണ്ടാക്കാം, ഗിറ്റാറിനുണ്ടാക്കാം, കീബോർഡിൽ വരെയും എല്ലാം ചെയ്യാം. പക്ഷേ ഈ ബുൾബുൾ എന്ന് പറഞ്ഞ സാധനം അവരൊരു പാട്ട് വായിക്കാനെന്നുള്ള ഇൻസ്ട്രുമെന്റ് ആയിട്ടാണെന്ന് തോന്നുന്നില്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കവാലി സോങ്ങിന് അവർ ചുമ്മാ ഇങ്ങനെ വെളിയിലൊക്കെ നോർത്ത് ഇന്ത്യൻസ് അതിങ്ങനെ കടകടകടാന്ന് പറഞ്ഞിങ്ങനെ വായിക്കുന്ന ഒരു ബീജിയത്തിന് ഞാനൊരു ഫിലിമിൽ എൻ്റെ റീ റെക്കോർഡിങ്ങിന് വായിച്ചിട്ടുണ്ട്. അത് പക്ഷേ ചേട്ടനിരുന്നപ്പോഴൊന്നും വായിക്കാൻ പറ്റിയില്ല. ചേട്ടൻ്റെ അവസാനം ചെയ്തൊരു പടം പകരം. പക്ഷെ ചേട്ടൻ അപ്പോഴത്തേക്ക് ഇല്ലായിരുന്നു. എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം, ചേട്ടൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റിയിട്ടില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പടത്തിലെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചിട്ടാണ്. അത് മടക്കിക്കൊണ്ട് അല്ല ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ മുമ്പേ ഞാൻ വായിക്കുമായിരുന്നു. നീ ആ സാധനം നന്നായിട്ട് വായിക്കുന്നുണ്ട്. ടീച്ചറമ്മയുടെ കുടുംബ വിശേഷങ്ങൾ കേൾക്കട്ടെ. എനിക്ക് ഭർത്താവ് MPG നായർ എന്നാണ് പേര്, അഞ്ചലിലാണ് താമസിക്കുന്നത്. അങ്ങനെ കഴിയുന്നത്. എനിക്കൊരു മകളേ ഉള്ളൂ. മകൾക്ക് 2 ആൺകുട്ടികൾ. മൂത്ത കുട്ടി ഹരിശങ്കർ, പിന്നെ രണ്ടാമത്തെ ആള് രവിശങ്കർ. അയാള് വയലിനൊക്കെ വായിക്കും. മൂത്ത കുട്ടി നന്നായിട്ട് പാടും. ഭർത്താവാണ് ശ്രീകുമാർ, ആലപ്പുഴ ശ്രീകുമാർ. ഇപ്പം അക്കാഡമി സ്വാതിരുന്നാൾ മ്യൂസിക് കോളേജിലെ പ്രിൻസിപ്പലാണ്. പപ്പിയമ്മയുടെ കുടുംബം എനിക്കറിയാം, പക്ഷെ എന്നാലും നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കേൾക്കട്ടെ. ചേട്ടനെ പറ്റി പറയണ്ടല്ലോ. 2 മക്കള്. മൂത്തത് മോനാണ്, അവൻ രാജകൃഷ്ണൻ. അവൻ 4 ഫ്രെയിംസ് പ്രിയദർശൻ്റെ സ്റ്റുഡിയോയിൽ ചീഫ് സൗണ്ട് എഞ്ചിനീയറാണ്. അവൻ്റെ ഭാര്യ മഞ്ജു, ഒരു മോള് ഗൗരി പാർവതി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകള് ഇപ്പം ഞാൻ കണ്ടു, കാർത്തിക. അവളിപ്പോൾ ദുബായിലാണ്. വിനോദും IT ഫീൽഡാണ്. മകള് നന്ദന, മോളും 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പപ്പിയമ്മ എനിക്ക് എന്തായാലും പാവം ബുൾബുളിൽ നിന്ന് ഒന്ന് അത് വായിച്ച് കേൾക്കാമല്ലോ. അപ്പൊ ടീച്ചറമ്മ വികാരം ചിരിക്കുമായിരിക്കും. എന്നാലും നമുക്കൊന്ന് കേൾക്കാട്ടോ.